പ്രിയപ്പെട്ടവരെ, നമ്മളെ വിശ്വാസത്തിൻ്റെ വലിയൊരു യാത്രയിലാണ്. എന്തെങ്കിലും സങ്കടങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ പതറേണ്ട കാര്യമില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ കരുത്ത് കൂടുതൽ നേടാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ്. ഇപ്പോൾ ബോംബെയിൽ നിന്ന് റോസ്ലി ജോണിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? എൻ്റെ പേര് റോസ്ലി ജോൺ. ഞാൻ ബോംബെയിൽ നിന്ന് വരുന്നു. നവംബർ 26 ഞാനും എൻ്റെ മകളും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ ഒത്തിരി നിയോഗങ്ങൾ എഴുതി കൊണ്ടുവരുന്നിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഒരു ഭവനത്തിൽ ഒരു ഉടമ്പടി. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ നിയോഗം എഴുതി. ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത് ഇതാണ്: അമ്മ, ഞാൻ തളർന്നു. ഇനി മറ്റന്നാൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ അമ്മ എൻ്റെ കൂടെ വരണം എൻ്റെ വീട്ടിലേക്ക്. അത് സഹോദരങ്ങളെ, ശരിക്കും ഇന്ന് വരെ അമ്മ അത് നടത്തുക. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ വളരെ ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് അതെല്ലാം നിമിഷം അമ്മയാണ് നടത്തി തരുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കൾ, അതായത് വെഞ്ചരിച്ച എണ്ണ, ഉപ്പ്, തൈലം, ഇതിൻ്റെയൊക്കെ ശക്തി എത്രമാത്രമാണ്. അതിലുപരിയായി ഇന്ന് ഇത് കൊടുക്കുമ്പോഴും ഇത് വാങ്ങിക്കുന്നവർ ഞങ്ങളിന്ന് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അതിന് വേറൊരു കാഴ്ചയാണ്. കാരണം ഇത്രയും നാൾ അതങ്ങ് ചെല്ലണം എന്ന്. പക്ഷേ ഇന്ന് ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ വാക്കിനും വലിയ ശക്തിയാണ്. അതിൻ്റെ അനുഭവം ഈ നേർച്ച വസ്തുക്കളിലൂടെ ഒത്തിരിയും കാണാനിട വരുന്നുണ്ട്. എൻ്റെ മകളൊരു നേഴ്സാണ്. ഒരു ദിവസം മോർണിംഗ് ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ഒരു 18 വയസ്സായ ഒരു മകന് തലേ ദിവസം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതാണ്. പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നില്ല. 8 പ്ലേറ്റ്ലെറ്റ്സ് കൊടുത്തു. ഇവൾ രാവിലെ ചെന്ന് കണ്ടു. ഇവളുടെ ഉപ്പും തേനൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അവളത് വന്ന് ഒരു ലേശം വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ മകന് കൊടുത്തു. അരമണിക്കൂറിനകത്ത് അവരുടെ ബിൽഡിംഗ് നിന്നു. അവരവിടുത്തെ മഹാരാഷ്ട്രീയക്കാരാണ്. അവർ ചോദിച്ചു എന്താണ് ചെയ്തതെന്ന്. അവിടെ ദൈവനാമം മഹത്വപ്പെടുവാനിടയായി. അതുപോലെ തന്നെ ഒത്തിരി രോഗികൾ, ഒരു 40s നിൽക്കുന്ന ഒരു മകള്, 2 കുഞ്ഞു മക്കളാണ്. അവൾക്ക് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. ഇതെല്ലാം അവൾ മലയാളി പോലും അല്ല, കന്നഡക്കാരാണ്. ഇതെല്ലാം കൊണ്ടു ചെന്ന് കൊടുത്ത വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥനയുടെ അതിശക്തത്തിൽ അവൾ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിരിക്കാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് അവളുടെ പ്രാർത്ഥന കേട്ടു. അവളിന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അവൾ ഇവിടെ അടുത്ത് തന്നെ വരും സാക്ഷ്യം പറയുവാൻ. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ. പറഞ്ഞാൽ ഇന്നത്തെ സാക്ഷ്യം മുഴുവൻ എൻ്റേതായിരിക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവരെന്നാ പറഞ്ഞത്? ഇപ്പോഴ് കൃപാസനം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണത്? വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചേച്ചി എന്നാ പറഞ്ഞത്? വിശ്വാസ പ്രമാണം പണ്ടേ ചെല്ലണ ഒരു പ്രാർത്ഥനയാണ്. വിശ്വാസപ്രമാണം പ്രാർത്ഥനയല്ല, അത് പ്രഖ്യാപനമാണ്. ശരിക്കും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. പക്ഷെ ഇപ്പോഴത് ചെയ്യുമ്പോൾ അതിന് പുതിയ ഒരു ശക്തി ലഭിക്കണ പോലെ അനുഭവപ്പെടുന്നു. ഇപ്പോഴത് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണ് റോസേച്ചി ഇപ്പോഴേ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. ഇപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പുതിയ ഒരു ശക്തി. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഇപ്പം നമ്മൾ നേർച്ച വസ്തുക്കളൊക്കെ ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ അതിൽ എല്ലാം വെഞ്ചരിക്കണത്. എങ്ങനെയാണ് നമ്മൾ കൃപാസന നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് വെഞ്ചരിക്കണത്? കുർബാന അർപ്പിച്ച് മാതാവ് നിന്ന സ്ഥലത്ത് നേർച്ച വസ്തുക്കൾ വെച്ച് ജനങ്ങളെല്ലാവരും മുട്ടിൽ നിർത്തി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് അച്ഛൻ എല്ലാ ബുധനാഴ്ചയും 2 ദിവസങ്ങളാണ് നേർച്ച വസ്തു വെഞ്ചരിക്കുന്നത്, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും. അപ്പോൾ വിശ്വാസ പ്രമാണം ജനങ്ങൾ ചെല്ലണമെന്ന് പറയുമ്പോൾ ആരാ ചെല്ലണത്? സഭയാണ് ചെല്ലണത്. സഭയുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് സഭയ്ക്ക് വേണ്ടി അഭിഷിക്തനായവൻ ദൈവനാമത്തിൽ സഭയുടെ സംരക്ഷണത്തിനായി നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഈശോയുടെ നാമത്തിൽ
അതിലേക്ക് പ്രവേശിക്കുകയും വീണ്ടും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രയോഗിക്കുമ്പോൾ ആ ദൈവശക്തി നമ്മൾക്ക് രോഗസൗഖ്യമായും മറ്റു തരത്തിലുള്ള തടസ്സങ്ങൾ നിവാരണമായും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി മാറുന്നു. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ആദ്യ കൃപാസനത്തിലുണ്ടായിരുന്ന പ്രാർത്ഥന ഈ വിശ്വാസ പ്രമാണമെന്ന് തോന്നുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഞാനിവിടെ കാട്ടൂരെന്നും പറഞ്ഞൊരു സ്ഥലത്ത് ആണ് രണ്ടാമത് അസ്തേന്തിയായിട്ടിരുന്നത്. ആദ്യം മനക്കോടത്തിരുന്നു, തുറവൂരടുത്ത്. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഇവിടെ വന്നിരുന്നു. ഈ 88, 89 കാലഘട്ടങ്ങളിൽ കാട്ടൂർ വെച്ച് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊരു അനുഭവം ഒരു പിശാച് ബാധിതനെ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ വിശ്വാസപ്രമാണം റോസി ചേച്ചി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യും. നിങ്ങളുടെ കയ്യിലുണ്ട് വിശ്വാസപ്രമാണം അല്ലേ? അപ്പം ഞാനിവിടെ പൊള്ളത്തെ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഉണ്ട്. അവിടെ ഒരു ഭ്രാന്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ട് രാത്രി തിരിച്ച് വരിക. അപ്പം അന്ന് കൃപാസനം ഇല്ല, പേരൊന്നും ഇല്ല, രജിസ്ട്രേഷനൊന്നും ഇല്ല, അച്ഛൻ്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ആൾക്കാർ വരികയും കുമ്പസാരിക്കുകയും വിശുദ്ധീകരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. കുറേ അധികം ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ അടയാളങ്ങൾ ലഭിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു കാലം വരുന്നത്. അപ്പം ഞാൻ ഈ ഭ്രാന്തിന് പ്രാർത്ഥിക്കാൻ പോയതിൻ്റെ കാരണം ഭ്രാന്തിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാര്യം ആളെ പൂട്ടിയിട്ടിരിക്കുക. ഒരു വീട്ടിൽ പൂട്ടിയിട്ടിട്ട് തൊടലെ പൂട്ടിയിട്ടിട്ട് വീട്ടുകാരവിടെ നിന്ന് മാറി സ്ഥലം മാറിപ്പോയിരിക്കുക. എന്നിട്ട് അവർ കൊണ്ടുവന്ന സമയത്ത് ഭക്ഷണം ജനലൊക്കെ കൊടുക്കും. കാര്യം അദ്ദേഹം അടിക്കണ ആളാണ്. നമ്മൾ അടുത്ത് ചെന്ന് വേണേൽ തൊടൽ പൊട്ടിച്ചടിക്കുക, അത്തരം ഇതാളാണ്. അപ്പം ഞാനും പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോന്നു. അങ്ങനെ സുഖപ്പെട്ടില്ലെന്ന് ഇന്നും എനിക്കറിയത്തില്ല, സത്യം പറയുക. പക്ഷെ ഞാൻ ഇടവക വന്നപ്പോൾ സന്ധ്യയായിപ്പോയി. സന്ധ്യ എന്ന് വെച്ചാൽ അന്ന് ഈ പവർ കട്ടുള്ള സമയമാണ്. അപ്പോഴും ഞാൻ എൻ്റെ മേടമുറിയിലോട്ട് കയറുമ്പോൾ പെട്ടെന്ന് മാവും ചുവട്ടിൽ ഒരു അമറലും ചീച്ചലും കേൾക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെന്ന് അടുത്ത് നോക്കിയപ്പോഴേ അമറലും ചീറ്റലും കേട്ടിട്ട് പാമ്പും പിശാചൊന്നും അല്ല, മനുഷ്യന്മാരാ. നമ്മളടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ? അത് സന്ധ്യയല്ലേ, അത്ര കൂരിട്ടല്ല. അപ്പം ഒരു മനുഷ്യൻ ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്, വലിയ മനുഷ്യൻ, ഒരു രാക്ഷസനെ പോലുള്ള ഒരു മനുഷ്യൻ. അയാളുടെ മുതുകത്ത്, കാലിൽ, നെഞ്ചത്ത്, തലയുടെ അടുത്ത്, കഴുത്തിനൊക്കെ ആൾക്കാർ കയറി ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എൻ്റെ അച്ഛ ഇയാളെ തലക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇയാളുടെ ലക്ഷണം മാറി, ഇയാൾ ഞങ്ങളെ കൊല്ലണ കണ്ടീഷനായെന്ന് പറഞ്ഞു. ഇതിന് പിശാചാണ് അച്ഛാന്ന് പറഞ്ഞ്. കുറേ നാളായി ഞങ്ങൾ അനുഭവിക്കണത്. ന്യൂട്രാളിനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇവൻ്റെ ലക്ഷണം യഥാർത്ഥ കാണിക്കണത്. അത് കാരണം ഞങ്ങൾ അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അകത്ത് പോയൊരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വന്ന് മെഴുകുതിരി കുത്തി മുറ്റത്ത് കുത്തി വെച്ചപ്പോൾ എന്താണ് അവിടെ കിളച്ച് മറിച്ചിട്ടിരിക്കുകയാണ് മണ്ണ്. അപ്പോൾ ഇയാളുമായിട്ടൊരു നല്ല യുദ്ധം നടന്നുള്ള ലക്ഷണമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി. കാര്യം ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവമേ, ഇവരെങ്ങാനും ഇതിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ എൻ്റെ അവസ്ഥ എന്തായാലും. അപ്പം അത് പറയാൻ കൊള്ളത്തില്ലല്ലേ, നിങ്ങളവിടെ ഇരിക്കുമല്ലോ, അല്ലെന്നും പറയാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? ഒരു പിടിയില്ല. അയാളാണെങ്കിൽ ഇവരെ 4 പേരെയും കൊണ്ട് പൊങ്ങും. അപ്പോൾ ഇവർ പിടിച്ച് പിന്നെയും താഴെ ഇരുത്തും, പിന്നെയും പൊങ്ങും. ഈ കളിയും കച്ചവടമാണ്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇവിടുന്ന് എനിക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ആ മുതുകത്ത് കയറി ഇരിക്കണില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാനും കാണാത്ത കയറെ കെട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് പോകാൻ പറ്റുമോ? കാര്യം ഞാൻ രക്ഷിക്കുമെന്ന് ഓർത്താണ് ഇവർ വന്നിരിക്കണത്. അപ്പോൾ എൻ്റെ കാര്യം തന്നെ വളരെ ജാമ്യത്തിലെടുക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഞാൻ പെട്ടെൻ്റെ മനസ്സിൽ ഓർത്തതാ, എന്താ? വിശ്വാസപ്രമാണം ചെല്ലുക. അന്ന് ഒരു പണിയുണ്ട്, ചെയ്യണ കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യും, ദൈവത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയണത്. ചെയ്യണ കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഞാൻ എന്നാ ചെയ്യണം? ഞാൻ അവിടെ മുട്ടിയത് നിന്നാണ്. എന്താ കാര്യം? ഒന്ന്, എന്നോട് തന്നെ എനിക്ക് പറയണം, ഞാനിപ്പോൾ ചെയ്യാൻ പോണ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത്. മനസ്സിലായില്ല? അത് എപ്പോഴും നമ്മൾ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും യാന്ത്രികമായിട്ട് ചെയ്യരുത്. അതാണ് നമുക്ക് അനുഭവമില്ലാത്തത്.
ആദ്യം നമ്മളോട് തന്നെ പറയണം. എന്ത് പറയണം? ഞാനീ പറയണ കാര്യത്തിൽ 100% ഞാൻ ഈ വിശ്വാസ അനുഭവം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല നടപടിയാണ് ആദ്യം നമ്മളോട് തന്നെ പറയുക, ഐ ബിലീവ്. ഇത് ക്രേദോ എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണത്തിൽ എന്നാ പറയണത്? ക്രേദോ എന്നാ പറയണത്. ലത്തീനിലെ കൃതിയിൽ തുടങ്ങണത് എന്താണ്? ക്രേദോ എന്ന് വെച്ചാൽ എന്താണ്? ഐ ബിലീവ്. എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ആദ്യം തന്നെ ഇത് ചെല്ലിവിടുമ്പോൾ തന്നെ പറയണ കാര്യം ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അധരം കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് ഹൃദയത്തിൽ വിശ്വസിക്കണമെന്നാണ് ബൈബിൾ പറയണത്. അധരം കൊണ്ട് ആർക്കും എന്തും പറയാം. ഹൃദയത്തിൽ വിശ്വസിക്കാതെ പറയണ അധരം കൊണ്ട് പറയുമ്പോൾ അനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. പിന്നെന്താണ് അങ്ങനെ അധരം കൊണ്ട്? റോമാ 10:9 നമ്മൾ വായിക്കണത്. എപ്പോഴും പറയുന്നതാണ്, ഉടമ്പടിയുടെ അടിസ്ഥാന വചനങ്ങൾ ഒന്നാണത്. യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞേ, അധരം കൊണ്ട് ഏറ്റു പറയുകയോ. ഒന്നിൽ പറഞ്ഞേ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയോ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ എന്താ സംഭവിക്കണത്? നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. പ്രാർത്ഥനയായാലും പ്രഖ്യാപനമായാലും ലക്ഷ്യം എന്താണ്? രക്ഷ പ്രാപിക്കുകയാണ്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? അച്ഛൻ എപ്പോഴും പറയണതാണ് ലൂക്ക 2:30. എന്താണ് രക്ഷ? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ രക്ഷയുടെ ഒരു സ്വഭാവം എന്താ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ആർക്ക് കാണാൻ പറ്റും? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നവർക്ക് കർത്താവിനെ കാണാൻ പറ്റും. കൈയിടിച്ച് കർത്താവ് അവിടെ ഇപ്പൊ ഞാൻ എന്നാ ചെയ്തിരിക്കണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാൻ പോവുകയാണ്. ആക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്ത്? ദൈവം അവനും മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുട്ടേ നിൽക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ മുട്ടേ നിൽക്കേണ്ടത്. ഞാൻ മുട്ടേ നിൽക്കുകയാണ്. നിങ്ങളെ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മുട്ടേ നിൽക്കണം. ആ ശരീരഭാഷയുടെ പ്രഖ്യാപനം എന്താ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയുന്നവൻ ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന് പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന്. ആ വാക്കറിഞ്ഞ് പ്രാർത്ഥിക്ക്. ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ആരാ മുട്ട നിരത്തിലാണ് ഉണ്ടാക്കിയത്? സെന്റ് പോൾ ആ മുട്ടനിപ്പിൻ്റെ പ്രധാനപ്പെട്ട അപ്പോസ്തലൻ. അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ ഇനി എൻ്റെ മുഖം നിങ്ങൾ കാണുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ തൊണ്ടയിടറുമ്പോൾ ജനം മുട്ടേ നിന്ന് പോകും. എന്താ? കർത്താവിലേക്ക് ആ അഭിഷിക്തൻ തിരിച്ചു പോവുകയാണ്. ജനം മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോസ്തലൻ്റെ ആത്മാവിനെ ആ സമയം തന്നെ കർത്താവിലേക്ക് യാത്രയാക്കും. പക്ഷേ ഈ മുട്ടേ നീ ഇപ്പോൾ പഠിപ്പിച്ചതാരാ? സെന്റ് പോൾ എന്താ പറഞ്ഞത്? പ്രകൃത്യാ ദൈവമായിരിക്കവേ പറഞ്ഞേ, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട. ഒരു കാരണമായി അവൻ പരിഗണിച്ചില്ല. അവൻ മരണത്തോളം കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. ഫിലിപ്പിയർ 2:7. അതിനാൽ അവന്റെ നാമം കേൾക്കുമ്പോഴേ ഭൂസ്വർഗങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലം മടക്കേണ്ടിയിരിക്കുന്നു. അതാണ് മുട്ടേ നിപ്പ്. മനസ്സിലായില്ലേ?
ഫിലിപ്പിയർ 2:7 അനുസരിച്ച് സഭ മുട്ടാൻ നിൽക്കണത്. എന്തുകൊണ്ട് മുട്ടാൻ നിൽക്കണം എന്നാണ് സെൻറ്റ് പോൾ പറയണത്. എന്താണ്? ദൈവം അവനെ അത്യധികം ഉയർത്തി. പ്രാർത്ഥിക്കുക, പറയുക, ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവന്റെ നാമം കേൾക്കുമ്പോഴേ സകല ജീവജാലങ്ങളും മടക്കേണ്ടിയിരിക്കുന്നു. എല്ലാ നാമം പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാമം പാടിടും യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ ഹല്ലേലൂയ, കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. ഇത് പാടുക. കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അപ്പം ഈ പിശാച് ബാധിതൻ്റെ മുമ്പിൽ ഞാൻ എന്നാ ചെയ്യണത്? മുട്ടേ നിന്ന് എന്നാ ചെയ്ത്? വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. മുട്ടേ നിന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഏതാണ്ട് അവസാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു ബോധ്യം കിട്ടി. എന്താ ബോധ്യം കിട്ടിയത്? ഈ രാക്ഷസനെ അല്ലെങ്കിൽ സോക്കോൾഡ് ഡയബോളിക് പൊസഷൻ, പിശാച് ആവശ്യിച്ചിരിക്കുന്ന ഈ വ്യക്തിയെ നിനക്ക് കീഴ്പ്പെടുത്താൻ ഈശോയുടെ നാമത്തിൽ കഴിയും. അതാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു ആന്തരികമായ ബോധ്യം. ഞാൻ പിന്നെ എന്നാ ചെയ്തെന്നറിയാവോ? ഞാൻ ഇയാളുടെ അടുത്ത് ചെന്ന് നിന്ന് അരികിൽ നേരത്തെ ഒരു 3 അടി അകലെ എന്നാണ് വിശ്വാസപ്രമാണം ചൊല്ലിയത്. വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ എനിക്കൊണ്ട് എന്ത് കിട്ടി? എന്ത് അനുഗ്രഹം കിട്ടി? ഇവൻ്റെ അടുത്തേക്ക്. അപ്പോൾ അപ്പോഴും ഈ സാധനം അമർക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടേ. പക്ഷേ വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ അമർച്ച ഒന്ന് ഒതുങ്ങി. പിന്നെ എന്നാ ചെയ്യുന്നറിയാവോ? ഈ മനുഷ്യൻ്റെ തലയെ കൈവച്ചു. തല കൈവയ്ക്കുമ്പോൾ ഇരുമ്പ് പോലെ ഇരിക്കുക. എന്നിട്ട് അവിടെ കിടന്ന് പിടക്കുകയാണ്. നമ്മളിത് മുറുക്കി പിടിക്കണമെങ്കിൽ നമ്മുടെ കൈ ഒടിഞ്ഞാൽ പോണ വിധത്തിലുള്ള ബലമുണ്ട് ഇയാളിനെ. അപ്പം നമുക്കറിയാം ഈ മനുഷ്യന്മാർ എഴുന്നേറ്റ് വരികയാണെങ്കിൽ പണിയായിരിക്കുമെന്ന്. പക്ഷെ പിന്നെ ചെല്ലണത് എന്താണ്? യേശുനാമത്തിലെ ബന്ധന പ്രാർത്ഥനയാണ് ചെല്ലണത്. എന്ത് പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? ആദ്യം അടിത്തറ വിശ്വാസ പ്രമാണമാണ്. അതാണ് റോസി ജോൺ പറഞ്ഞത്, വിശ്വാസ പ്രമാണം. അതിനുശേഷം ഞാൻ ഈ മനുഷ്യൻ്റെ തലക്കെ വെച്ചിട്ട് ബന്ധന പ്രാർത്ഥന ചെല്ലി. നമ്മളിടയ്ക്ക് ചെല്ലാറുണ്ട്. നേരത്തെ വസ്തു വെഞ്ചരിക്കുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനയില്ലേ, അതാണ്. അത് എത്രയോ 86 ഞാൻ എവിടെയോ മാഗ്നറ്റിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് 4 വരി പഠിച്ചത്. മാഗ്നറ്റ് ലോകത്തിൽ അന്നറിയപ്പെടുന്ന പിശാച് ബാധ ഒഴിപ്പിക്കുന്ന ആളായിരുന്നു. അതിനുശേഷം എൻ്റെ കുറേ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ബാക്കിയുള്ള വാക്കുകളെല്ലാം ഉണ്ടാക്കിയത്. അല്ലാതെ ഇവിടുന്ന് എടുത്തതല്ല. മാഗ്നറ്റിൻ്റെ 3 വരിയേ ഉള്ളൂ. Lord Jesus Christ, pour out His Spirit. Touch with your fire finger, soak with the precious blood. That the devil's power, devil's legions, Satan's attacks and machinations be dispelled in the name of Jesus Christ. എൻ്റെ മക്കളെ, ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ let the adversary's power, devil's legions, Satan's attacks and machinations be dispelled in the name of Jesus. In the name of Jesus. അതായത് യേശുക്രിസ്തു നാമത്തിൽ ഈ പൈശാചി ശക്തി ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് കൽപ്പിക്കുന്നത്. ആരുടെ നാമത്തിൽ? യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമ്പോഴേ ഇന്നും ഓർക്കുന്നുണ്ട്. എൻ്റെ കൈയുടെ താഴെയാണ് ഈ മനുഷ്യൻ്റെ ഇരുമ്പ് തല ഇരിക്കണത്. ഇരുമ്പ് തല ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോഴേ, കർത്താവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ, ഇതിങ്ങനെ ഈ സൂചിക്കുത്ത് കൊണ്ട് ബലൂൺ ചൊട്ടണ പോലെ ശിശു എന്ന് പറഞ്ഞാൽ ചൊട്ടിപ്പോവും. ഇപ്പം ഡെഡ് ബോഡി പോലെ തളർന്നു പോകും. ഞാൻ പേടിച്ചു പോകും. എന്നാ കാര്യം? എനിക്ക് ഇത്രയും അറിയത്തില്ല ഈശോൻ്റെ നാമം ഇത്രയും പവർഫുള്ളാണെന്ന്. ആൻഡ് ജീസസ് ഈസ് പവർഫുൾ. കർത്താവിന് അന്ന് മുതൽ എനിക്ക് പേടിയുടെ ഒരു ജീവിതമാണ്. എന്താണ്? ദൈവപേടി, ദൈവത്തെ റെഫറൻഷ്യൽ ഫിയർ, ഒരു ബഹുമാനാദരത്തോടു കൂടിയ പേടി. അതാണ്, ആ പേടിയാണ് ആത്മീയ പേടി.
അതിലാണ് നമ്മൾ മുട്ടി നിൽക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൻ്റെ എന്നോട് എൻ്റെ ബിഷപ്പ് പറഞ്ഞേ, അധികം കയ്യാങ്കളിയൊന്നും ദിവ്യകുർബാന എടുത്ത് വെക്കുമ്പോൾ കൈയൊന്നും എടുക്കരുത്. ഞാനത് അനുസരിക്കും, പക്ഷെ അറിയാണ്ട് ചിലത് കൈ വന്നു പോകും. കാര്യം നമ്മളിവിടെ ഇരിക്കുമ്പോൾ വളരെയേറെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ഇരിക്കുന്നത്. അവൻ സ്നേഹത്തിൻ്റെ പേരിൽ എന്തും ചെയ്തു പോയി. അവൻ സ്വയം മറന്ന് ചെയ്തതാണ് എല്ലാം. ബൈബിൾ പറയുന്നുണ്ട്, അവനെല്ലാം ചെയ്തത് നമ്മളെ ഓർത്തപ്പോൾ അവൻ സ്വയം മറന്നു പോയ ഒരാളാണ്. നമ്മളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ സ്വയം മറന്നു പോയിട്ട് ദാസനായി കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. നമ്മളെ ഓർത്തപ്പോൾ അവൻ സ്വയം മറന്നത് കൊണ്ട് അവൻ ഓർത്തത് അപ്പനായിപ്പോയി. അതുകൊണ്ട് അപ്പൻ അവനെ മറന്നില്ല, അപ്പൻ അവനെ ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവന് നൽകപ്പെട്ടിട്ടുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രഖ്യാപിക്കുക, പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊരു ആത്മാർത്ഥതയോടെ നമ്മളെ തന്നെ ആദ്യം വിശ്വസിപ്പിക്കണം. നീ അത് വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിന് മനസ്സിലാകണം. നീ അത് വിശ്വസിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ആക്കാനും വേണ്ടി ഒക്കാരിക്കണ പോലെയാവും, ആചാരാനുഷ്ഠാനം പോലെയാവും. അർത്ഥമറിയാത്ത ആചാരങ്ങൾക്ക് എന്നാ സംഭവിക്കണത്? അനാചാരങ്ങളാവും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പല പ്രാർത്ഥനകൾ അനാചാരങ്ങളായ കാരണം അർത്ഥമറിയാതെ നമ്മൾ യാന്ത്രികമായി അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ക്രിസ്ത്യാധ്യാത്മിക അന്തസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാക്കിൻ്റെയും പ്രവൃത്തികളുടെയും എല്ലാം അടിസ്ഥാനം എന്താ? ഈ വിശ്വാസ പ്രഖ്യാപനമാണ്. എന്താ വിശ്വാസ പ്രഖ്യാപനം? യേശു കർത്താവാണ്. യേശുവാണ് കർത്താവ്. പറഞ്ഞേ. ആ വിധവയുടെ ചില്ലിക്കാശില്ലേ, വിധവ ശ്രീഭണ്ഡാരത്തിൽ 2 ചെമ്പ് ഇട്ടില്ലേ? അപ്പോൾ ഈശോ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തു. ഈശോ എഴുന്നേറ്റു അത് കണ്ടപ്പോഴേ. ഒത്തിരി പേരെ മനുഷ്യർ കൊണ്ടുവന്ന് കൈ നിറയെ കാശിട്ടപ്പോഴും കർത്താവ് കമൻ്റ് ചെയ്തില്ല, അതിനെക്കുറിച്ച് പറഞ്ഞില്ല, അല്ലേ? പക്ഷെ വിധവ ഇട്ടപ്പോഴേ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവനും അതിൽ നിക്ഷേപിച്ചെന്ന് കേട്ടപ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ലായിരിക്കും. ലുക്കായുടെ സുവിശേഷം 21:4 അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവനും അത് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അന്തസ്സത്ത എന്താ? അവളുടെ അത്താഴത്തിനുള്ള വകയാണ് അവൾ ദൈവതിരുസന്നിധിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവേ, നീ എൻ്റെ അത്താഴത്തേക്കാൾ വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. നമ്മളെന്ത് ചെയ്താലും അതിനൊരു ഭാഷയുണ്ട്. ദൈവം ആ കാഴ്ചയല്ല കാണുന്നത്, കാഴ്ചക്കുള്ളിലെ കാഴ്ചയുണ്ട്. കാഴ്ചയുടെ കാമ്പെന്ന് പറയും. നീ എന്ത് കാഴ്ച കാണിച്ചാലും കാഴ്ചക്കുള്ളിലെ കാഴ്ചയുടെ കാമ്പാണ് കർത്താവ് നോക്കണതെന്ന് മനസ്സിലാവും. യേശു കർത്താവാണെന്ന് പറയുന്നതിന് പകരം അവളത് ചെയ്യുകയാണ്. എന്താണ്? എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാവുമ്പോൾ അവൾ എന്താ പറയണത്? കർത്താവേ, ഇതെൻ്റെ ഉപജീവനത്തിനുള്ള വകയാണ്. ഇത് കേട്ടിട്ട് നീ പണക്കാരനാകത്തില്ല, നിനക്ക് കണക്കിന് പൈസക്ക് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിൻ്റെ സഭയ്ക്കും സംവിധാനത്തിനും ഇതുകൊണ്ട് ഉതകുമെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. പക്ഷേ ഞാനും അപ്പോഴും പറയാതെ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എൻ്റെ ഉപജീവനത്തെക്കാളും എൻ്റെ ആയുസ്സിൻ്റെ നിലനിൽപ്പിനേക്കാളും യു ആർ ദ ലോഡ്, യു ആർ ലോഡ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫിൻ്റെ അതിനാഥൻ നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് ദൈവം. നീ എൻ്റെ അത്താഴത്തേക്കാൾ വലിയവനാണ്, എൻ്റെ ഉപജീവനത്തിനേക്കാൾ വലിയവനാണ്, നീയാണ് കർത്താവ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. വിശ്വാസത്തിന് 2 എക്സ്പ്രഷൻസാണ് ഉള്ളത്. അതിൻ്റെ ടെക്നിക്ക് അറിയാമെങ്കിൽ നിനക്ക് അത് ആത്മാർത്ഥതയോടെയാണ് നീ അനുവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ സമയം, നിൻ്റെ ദൈവ ഇടപെടലിൻ്റെ സമയം ചുരുങ്ങി വരും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. എന്താ കാര്യം?
ഉടമ്പടിയിൽ 2 കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനയുമുണ്ട്, പ്രഖ്യാപനവുമുണ്ട്. ഉടമ്പടി ഒരു സമ്പൂർണ്ണ ദൈവപദ്ധതിയാകാൻ കാരണം എന്താ? ഉടമ്പടിക്ക് 2 കാര്യങ്ങളുണ്ട്. എന്താണ്? പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഉടമ്പടി പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് ചെല്ലും, അല്ലേ? വെളുപ്പിന് 5 വരെയൊക്കെ എഴുന്നേറ്റ് ചെല്ലും. രാത്രിയും നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്, രാത്രി ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. പക്ഷെ പകരം നമ്മളുള്ള ഈ 2 പ്രാർത്ഥനയ്ക്കിടയ്ക്ക് നമ്മൾ എന്നാ ചെയ്യണത്? പത്രം വാങ്ങി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. നിൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും രോഗികളെ കുളിപ്പിക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക, നിൻ്റെ കാരുണ്യ പ്രവൃത്തിയെല്ലാം എന്താണ്? പ്രഖ്യാപനങ്ങളാണ്. എന്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്? യേശു കർത്താവാണെന്ന് നീ പ്രഖ്യാപിക്കുക. പ്രാർത്ഥനയും പ്രഖ്യാപനമാണ്. 2 പ്രാർത്ഥനയ്ക്കിടയ്ക്കാണ് പ്രഖ്യാപനം നടക്കുന്നത്. ഉടമ്പടിയുടെ മാക്സ് അതാണ്. എന്താണ്? 2 പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പ്രഭാതത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, സന്ധ്യയ്ക്ക് ഉറങ്ങാൻ, രാത്രി ഉറങ്ങാൻ നേരത്ത്, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥനയിടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണ്? പ്രഖ്യാപനങ്ങളാണ്. ഇതിന് 2ൻ്റെയും ലക്ഷ്യം എന്താണ്? യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്നു. നീ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും നീ പറയാതെ പറയുന്നു യേശു കർത്താവാണ്. എന്താ കാര്യം? കർത്താവിനെ എല്ലാവരും അറിയണം, ഞാൻ അറിഞ്ഞതുപോലെ. യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ യേശുവിനെയാണ് നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടത്. നമ്മൾ യേശുവിനെ കൈമാറണത് എങ്ങനെയാണ്? യേശുവിനെ ആശയപരമായിട്ട് കൈമാറ്റം ചെയ്യും, അതുപോലെ തന്നെ യേശുവിനെ ആവിഷ്കാരത്തിൽ കൈമാറ്റം ചെയ്യും. 2 തരത്തിൽ നമുക്ക് യേശുവിനെ കൈമാറ്റം ചെയ്യാം. ഒന്ന്, ആശയപരമായിട്ട് യേശുവിനെ കൈമാറ്റം ചെയ്യാം, അതിനാണ് അനുഭവ സാക്ഷ്യം കൊടുക്കുന്നത്. രണ്ടാമത്തത് യേശുവിനെ ആവിഷ്കാരത്തിൽ കൈമാറ്റം ചെയ്യാം, അതിനാണ് നമ്മൾ രോഗികളെ കുളിപ്പിക്കണത്, രോഗികളെ പരിചരിക്കണത്, ആഹാരമില്ലാത്ത ആഹാരം കൊടുക്കണത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണത്, പിന്നെ ഓരോരോ കാര്യം കർത്താവിൻ്റെ വാക്കനുസരിച്ച് കൊണ്ട് സെറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ നമുക്ക് അതിർത്തി തർക്കങ്ങളെക്കുറിച്ച് നമുക്ക് വേവലാതികളില്ല. കാര്യം എന്താണ്? അതിർത്തികളില്ലാത്ത ഭൂമിയുടെയും ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിൻ്റെയും അവകാശിയാണ് വിശ്വാസി. ആ ആകാശത്തിനും പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനും അതിർത്തികളില്ലാത്ത ആകാശവും ഭൂമിയും നിനക്ക് സ്വന്തമാക്കി അവകാശമാക്കി തരാനാണ് അവൻ ഭൂമി ഇല്ലാത്തവനായി മാറിയത്. കൈ അടിച്ച് കർത്താൻ.